അപ്പൊ അള്ളക്കുട്ടി ഉണ്ടായിരിക്കുന്നല്ലോ ആകാശത്ത് ബ്ലോക്ക്. അങ്ങനെ 2 മണിക്കൂറത്തെ ഇരിപ്പിന് ശേഷം കണ്ടെത്തി. അപ്പോഴേക്ക് ഇവിടെ തനിക്ക് പുറത്തുനിന്ന് ആള് വേണം തുറന്നു തരാൻ. ഹലോ ഗൈസിനൊരു പവർ പോരാന്ന് എനിക്കും തോന്നി. കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് എയർപോർട്ടിൽ വരെ പോകണം. ഒരു സ്പെഷ്യൽ ആൾ വരുന്നുണ്ട് അവരെ പിക്ക് ചെയ്യാൻ. ഞാൻ ഇവനെയും കാത്തുകാനാണ് ഗൈസ് ആ സ്റ്റെപ്പുമ്മൽ കുത്തിയിരുന്നത് കേട്ടോ. ഈ അപ്പോഴേക്ക് ഇവിടെ പോയതാ ജാനു. ഈ അപ്പോഴേക്ക് ഇവിടെ തനിക്ക് പുറത്തുനിന്ന് ആൾ വേണം തുറന്നു തരാൻ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പുമ്മൽ കുത്തിരുന്ന് ജിമ്മൻ വന്ന് ജിമ്മനൊക്കെ ഒടിഞ്ഞും കാര്യം വരെ എന്താ പറയാ സുഖല്ല ഗൈസ്, ഒടിഞ്ഞും കാര്യമായി പോയിക്കുന്നത്. പോയി മെല്ലിന് പോയി. അപ്പോൾ ഓളെ കൂട്ടാൻ വേണ്ടി പോകുന്ന ഫാത്തിമ, ഇനി അയക്കും പനി വന്നത്. ആ എല്ലാവർക്കും പനി കൊടുത്ത ആളിഞ്ഞ ആണ്. കൊടുവാ എന്നെ കാണിക്കല്ലേ എന്നോ. ഓ സൂപ്പർ എടുക്കുന്ന എന്തേതു ഫാത്തിമ? ചെങ്ങ സീറ്റ് ബെൽറ്റ് ഇട്. സീറ്റ് ബെൽറ്റ് ഇതെന്തിനാ സീറ്റ് ബെൽറ്റ് ഇടുന്നത്? മോനെ ഇങ്ങി പറയല്ലേ, നമ്മൾ അസറാറുണ്ടല്ലോ ചെങ്ങനെയും കുട്ടി ഞാൻ പുറത്തു കഴിഞ്ഞു. എന്നിട്ട് ഓനെയും കൂട്ടി പുറത്തു പോയിട്ട് ഓരോ ആവശ്യത്തിന് എന്നിട്ട് പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത് പോയാലും ഞാനും ഓനും പോക്കാൻ വേണ്ടി പോലീസ് വന്ന് 20,000 ഫൈൻ ഇട്ടെന്ന്. 20,000 ഞാൻ എന്ത് ചെയ്യണം ഓർമ്മല്ലാണ്ട് അങ്ങനെ നിൽക്കുക. അപ്പൊ അസറാറും കൂടെ വന്ന് കെട്ടിപ്പിടിച്ചടാ നീ പേടിക്കണ്ട മുട്ടേ ഞാൻ അല്ലേന്ന് പറഞ്ഞിട്ട് 500 വിൽസ് തന്നിട്ടുണ്ട്. 500 വിൽസ് കയ്യിൽ ചുരുട്ടി തന്നിട്ടുണ്ട്. സോ ഗൈസ്, ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഓൾറെഡി ലൈറ്റ് ആണ് കേട്ടോ. നീ തട 9:30 പറഞ്ഞ ഫ്ലൈറ്റാ 10:30 അല്ല തോന്നിയാസം. അപ്പൊ അള്ളക്കുട്ടി ഉണ്ടായിരിക്കുന്നല്ലോ ആകാശത്ത് ബ്ലോക്ക്. ഗൈസ് ഒരു ഉടായ്പാണ് ഗൈസ്, സത്യം. മതിയടോ, മഞ്ഞ കളർ ഇങ്ങനെ കാണും. കണ്ടില്ലേ മഞ്ഞപ്പിച്ചം വായിച്ച പിന്നെ മഞ്ഞ കളറായി കാണാം. ആ അവള് വരുന്നു. അങ്ങനെ 2 മണിക്കൂറത്തെ ഇരിപ്പിന് ശേഷം കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയായിരുന്നു ഇത്രയും നേരം? എയർപോർട്ടിൽ നിന്ന് ഓള് വന്നതും പോയതും കൊണ്ടാക്കിയതൊക്കെ പെട്ടെന്നായി. കുറേ ഒന്നും അതിൽ കുടുങ്ങിയില്ല വീഡിയോയിൽ. അപ്പോൾ ഇനി പെട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടുള്ളത് വീഡിയോ ആണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്.